ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനൊരു പാർട്ട് 1 പാർട്ട് 2 വീഡിയോ ഉണ്ടായിരിക്കും. അപ്പോൾ പാർട്ട് 1 വീഡിയോയിൽ നമ്മൾ നെല്ല്, ഗോതമ്പ്, ചോളം എന്നീ വിളകളെ കുറിച്ചിട്ടാണ് പറയുന്നത്. കാർഷിക വിളകളെ നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ഭക്ഷ്യവിളകൾ, രണ്ടാമത്തത് നാണ്യവിളകൾ. ഭക്ഷ്യവിളകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പേര് തന്നെ മനസ്സിലാവും, നമ്മൾ ഭക്ഷണാവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ് ഭക്ഷ്യവിളകൾ. അപ്പോൾ ഇതിനെ തന്നെ നമ്മൾ വീണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് ധാന്യവിളകളും അതുപോലെ പയറുവർഗ്ഗങ്ങളും. ധാന്യങ്ങളും പയറുവർഗ്ഗങ്ങളും. ഈ പയറുവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തുവര, പയർ, അതൊക്കെ ഉള്ളതാണ് ഈ പയറുവർഗ്ഗങ്ങൾ. ധാന്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിനെ വീണ്ടും രണ്ടാക്കിയിട്ടുണ്ട് മൃദുധാന്യങ്ങളും പരുക്കൻ ധാന്യങ്ങളും. ഈ മൃദുധാന്യങ്ങൾക്ക് ഉദാഹരണമാണ് ഗോതമ്പ്, നെല്ല്. നമ്മൾ ഡെയിലി ലൈഫിൽ കഴിക്കുന്ന ഇതൊക്കെ ഗോതമ്പ്, നെല്ലൊക്കെ മൃദുധാന്യമാണ്. പരുക്കൻ ധാന്യങ്ങളിലാണ് ചോളം, ബജ്ര ഒക്കെ ഉൾപ്പെടുന്നത്. അപ്പോൾ അതിലാദ്യം നോക്കാനുള്ളത് നെല്ലാണ്. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറേസ സറ്റൈവയാണ്. നെല്ല് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നെല്ല് ഒരു ഖാരിഫ് വിളയാണ് എന്ന്. നെല്ലിൻ്റെ ആവശ്യമായിട്ടുള്ള താപനില 24 ഡിഗ്രി സെൽഷ്യസും അതിന് മുകളിലുള്ള താപനിലയാണ്. അപ്പോൾ അത് ഓർക്കാനൊരു കോഡ് പറഞ്ഞുതരാം. നമുക്ക് 24 മണിക്കൂറും ചോറ് കിട്ടിയാൽ നമ്മൾ കഴിക്കില്ലേ, അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുക. 24 ഡിഗ്രി സെൽഷ്യസ് ആണ് നെല്ലിന് വേണ്ടത്. പിന്നെ നെല്ലിന് വേണ്ട മഴ 150 സെൻറ്റിമീറ്ററാണ് ഒരു വാർഷിക മഴ വേണ്ടത് നെല്ലിന്. കേരളത്തിൻ്റെ വാർഷിക വർഷപാതം എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്റർ അല്ലേ, അതിൻ്റെ പകുതിയാണ് നെല്ലിന് വേണ്ടതെന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ നെല്ലിന് 24 ഡിഗ്രി സെൽഷ്യസ് താപനിലയും 150 സെൻറ്റിമീറ്റർ മഴയും വേണം. നെല്ലെന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണ് ആണ് നെല്ലിന് ആവശ്യമുള്ളത് കേട്ടോ. നെല്ല് ഉൽപ്പാദനത്തിൽ ഒന്നാമതായിട്ടുള്ളത് ചൈനയാണ്, രണ്ടാമത് ഇന്ത്യയാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ വെസ്റ്റ് ബംഗാൾ, പഞ്ചാബ്, ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, ഹരിയാന തുടങ്ങിയവയാണ് നെല്ല് ഉൽപ്പാദനത്തിൽ മുന്നിലുള്ള സംസ്ഥാനങ്ങൾ. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. ദക്ഷിണ ഇന്ത്യയിലെ നെല്ലറ എന്ന് പറയുന്നത് റേച്ചൂറാണ്. ഇതൊരു PYQ ആണ് കേട്ടോ. ദക്ഷിണ ഇന്ത്യയിലെ നെല്ലറ എന്ന് പറയുന്നത് റേച്ചൂറാണ്. ഓസ്, അമൻ, ബോറോ എന്നിവ വെസ്റ്റ് ബംഗാളിൽ കാണുന്ന നെല്ലിനങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ നെല്ലിൽ എന്തൊക്കെ പഠിക്കേണ്ടത്? നെല്ലിന് എക്കൽ മണ്ണ് ആവശ്യമാണ്. നെല്ലൊരു ഖാരിഫ് വിളയാണ്. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം ഒറേസ സറ്റൈവയാണ്. നെല്ലിന് 24 ഡിഗ്രി സെൽഷ്യസ് താപനിലയും 150 സെൻറ്റിമീറ്റർ മഴയും ആവശ്യമാണ്. ഇന്ത്യയിലെ പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ്. പിന്നെ ദക്ഷിണ ഇന്ത്യയിലെ നെല്ലറ എന്ന് പറയുന്ന പ്രദേശം റേച്ചൂരാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊന്ന് നോക്കി വയ്ക്കുക. അടുത്തതാണ് ഗോതമ്പ്. ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഈസ്റ്റീവമാണ്. എന്താണ്? ട്രിറ്റിക്കം ഈസ്റ്റീവമാണ്. ഇന്ത്യക്ക് ഗോതമ്പ് ഉൽപ്പാദനത്തിൽ 2ാം സ്ഥാനമാണ് കേട്ടോ ഉള്ളത്. 1ാം സ്ഥാനം ചൈനയ്ക്ക് തന്നെയാണ്. പിന്നെ ഗോതമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു റാബി വിളയാണ്. ഗോതമ്പ് ഒരു റാബി വിളയാണ്. ഗോതമ്പിന് ആവശ്യമായിട്ടുള്ള താപനില 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 26 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. മഴ എന്ന് പറയുമ്പോൾ നെല്ലിൻ്റെ പകുതി നൽകിക്കുക. നെല്ലിന് എത്രയായിരുന്നു? 150 സെൻറ്റിമീറ്റർ. അതിൻ്റെ പകുതി 75 സെൻറ്റിമീറ്ററാണ് ഗോതമ്പിന് വേണ്ടത്. നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത് കേട്ടോ. നീർവാർച്ചയുള്ള എക്കൽ മണ്ണ്. 12.8% ലോകത്തെ ഗോതമ്പ് ഇന്ത്യയിലാണ് കേട്ടോ നിർമ്മിക്കുന്നത്. ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കേട്ടോ. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് അവിടെയൊക്കെ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയിൽ 14% വിളനിലവും ഗോതമ്പ് കൃഷിക്കായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതിനുപയോഗിക്കുന്ന മണ്ണ് നിർവാർച്ചയുള്ള എക്കൽ മണ്ണ്. പിന്നെ ഇതിൻ്റെ ശാസ്ത്രീയ നാമം ട്രിറ്റിക്കം ഈസ്റ്റീവമാണെന്ന് ഓർത്തേക്കുക. താപനില ഓർത്തേക്കുക. റാബിയാണ്. പിന്നെ 75 സെൻറ്റിമീറ്റർ മഴയാണെന്നൊക്കെ ഓർത്തേക്കുക. ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടാതെ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാനും ഒക്കെ നല്ല രീതിയിൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ലാണോ ഗോതമ്പാണോ എന്ന് ചോദിച്ചാൽ അത് ഉത്തരം നെല്ലാണ്. 2ാം സ്ഥാനമാണ് ഗോതമ്പ്. അടുത്താണ് ചോളം. ചോളം എന്ന് പറയുന്നത് ഉഷ്ണകാലത്തും ഉണ്ടാക്കാൻ പറ്റും, ശൈത്യകാലത്തും നിർമ്മിക്കാൻ പറ്റും. നീർവാർച്ചയുള്ള ഫലഭൂയിഷ്ഠമായ മണ്ണാണ് ചോളത്തിന് വേണ്ടത്. ചോളത്തിൻ്റെ 175 സെൻറ്റിമീറ്റർ മഴയാണ് കേട്ടോ ചോളത്തിന് വേണ്ടത്. പിന്നെ മധ്യപ്രദേശ്, കർണാടകം, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിലൊക്കെ ചോളം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പാർട്ട് 2 ഈ നാണ്യവിളകളെ കുറിച്ച് പറയാം. ഭക്ഷ്യവിളകളിൽ ഇത്രേ പറയാനുള്ളൂ.